ഇല്ല, ഒരു ജോണ്ടിപ്പെടുന്ന സിനിമ അല്ല അത് ആക്ച്വലി. ഞാനത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊരു ഹിസ്റ്റോറിക് ഫിക്ഷൻ, അതൊരു യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ഫിക്ഷൻ കൂടി ചേർത്തിട്ടുള്ള ഒരു സംഭവം. ഹിസ്റ്റോറിക് ഫിക്ഷൻ എന്ന് പറയാനും പറ്റുള്ളൂ. ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വേറൊരു ജോണറാണ്, അതിന്റെ സ്വഭാവം തന്നെ വേറെയാണ്. ഇപ്പൊ രേഖാചിത്രം ശരിക്കും ഹിസ്റ്റോറിക് ഫിക്ഷൻ ആണ്. ഹിസ്റ്റോറിക് ഫിക്ഷൻ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ മാതിരി ഒന്നുകിലൊരു ചരിത്ര കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവ് എന്നുള്ള കഥ പറയുന്ന രീതി. അപ്പൊ അതിൽ യഥാർത്ഥ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ പ്രമുഖനായ ഏതെങ്കിലും ഒരു കഥാപാത്രമായിരിക്കും അതിലത്തെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്, നായകനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു കഥാ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതേ കഥ തന്നെ ഇയാളും കൂടി അതിൽ ഉൾപ്പെടുന്നു എന്ന രീതിയിൽ കൊണ്ടുവരുന്നതാണ് ഹിസ്റ്റോറിക് ഫിക്ഷൻ. അതായത് ചരിത്രത്തിൽ എന്താണോ സംഭവിച്ചത് അതിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ ഈ ഒരു ഫിക്റ്റീഷ്യസ് കഥാപാത്രത്തെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള ചില ക്രിയാത്മകമായ മാറ്റങ്ങൾ മാത്രം വരുത്തിയിട്ട് ആകെ മൊത്തത്തിലുള്ള സംഭവങ്ങളൊന്നും മാറ്റാതെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഹിസ്റ്റോറിക് ഫിക്ഷൻ. അതേസമയം ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കഥാപാത്രങ്ങളോ സാങ്കല്പിക കഥാപാത്രങ്ങളെയോ ഒരു യഥാർത്ഥ ചരിത്ര സംഭവത്തിൽ കൊണ്ടുവന്നിട്ട് ആ ചരിത്ര സംഭവത്തിനെ അങ്ങനെ തന്നെ മാറ്റിയിട്ട് ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരു ഡയറക്ഷനിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതിനാണ് ശരിക്കും ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ രേഖാചിത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലത്തെ ഹിസ്റ്റോറിക് എലമെന്റ് എന്ന് പറയുന്നത് കാതോട് കാതോർ എന്ന് പറഞ്ഞ സിനിമയിലെ ഷൂട്ടിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അവതരിപ്പിച്ചിരുന്നത്. അതിലേക്ക് രേഖ എന്ന് പറഞ്ഞ കഥാപാത്രം വരുന്നു. പക്ഷെ ആ കഥാപാത്രത്തിന്റെ വരവ് കൊണ്ടോ പോക്ക് കൊണ്ടോ ആ യഥാർത്ഥ ചരിത്രത്തിൽ നടന്ന ആ സംഭവം കാതോട് കാതോർ എന്ന് പറഞ്ഞ സിനിമയിൽ ഇവിടെ സംഭവം ഷൂട്ടിങ്ങിനോ ഒന്നിനോ കാര്യമായൊരു മാറ്റങ്ങളോ അതിന്റെ ഔട്ട്പുട്ടിന് എന്തെങ്കിലും മാറ്റങ്ങളോ അതിന്റെ ഔട്ട്കമ്മിന് എന്തെങ്കിലും മാറ്റങ്ങളോ ഒന്നും വരുന്നില്ല. ആ കഥാപാത്രം അവിടെ വരുന്നു, അതിന്റെ ഭാഗമാവുന്നു, പോകുന്നു. അതൊരു പശ്ചാത്തലമായി സെറ്റ് ചെയ്യുന്നതല്ലാതെ അതിന് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ അതേസമയം ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം അവിടെ വരുന്നതുകൊണ്ടും അവരുടെ ഇടപെടൽ കൊണ്ടും ഇപ്പോ യഥാർത്ഥ ചരിത്രം എങ്ങനെയാണോ അതല്ലാതെ വേറൊരു വഴിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു രീതിയിലാണ് കഥ പോകുന്നതെങ്കിൽ അതിനെയാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ചരിത്രം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക് ഫിക്ഷൻ ആണ്. ഇപ്പോ നമ്മൾ അതിന്റെ ഒരു ഡെഫിനേഷൻ പോലെ പറഞ്ഞു, പക്ഷെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയിൽ പെടുന്ന ഒരു സിനിമയുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ പറ്റും. ഒരു മൂന്ന് ഉദാഹരണങ്ങൾ, അതായത് മൂന്ന് ജോണറിൽ നിന്ന് കണ്ട് എടുത്ത് പറയാം. അത് ഒരെണ്ണം ഒരു പുസ്തകം, ഒരെണ്ണം ഒരു സിനിമ, ഒരെണ്ണം ഒരു കമ്പ്യൂട്ടർ ഗെയിം. ഓക്കെ. ഇത് മൂന്നെണ്ണം. അതായത് സിനിമ പറയുകയാണെങ്കിൽ ഈ മൂന്ന് ഫോർമാറ്റ്. ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതെ, മൂന്ന് ഫോർമാറ്റ്. സിനിമയുടെ പറയുകയാണെങ്കിൽ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്വിന്റിൻ ടാരന്റിനോ ഡയറക്ട് ചെയ്ത ഒരു പടമാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വേൾഡ് വാർ 2 സമയത്ത് ഹിറ്റ്ലറിനെ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫ്രാൻസിലേക്ക് വരുന്നതാണ്. അപ്പൊ 1944 ആണ് മെയിൻ ആയിട്ട് അതിന്റെ ഒരു പശ്ചാത്തലമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹിറ്റ്ലർ അവിടെ ഒരു പ്രൊപ്പഗാൻഡ സിനിമയുടെ ഷോയ്ക്ക് വരുന്നതും ആ ഷോയിൽ വെച്ച് ഹിറ്റ്ലറെ അസാസിനേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതും അവിടെ വെച്ച് ഹിറ്റ്ലറെ അസാസിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഓക്കെ. ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചുമ്പോൾ ചരിത്രം തന്നെ മാറി വരും. കാരണം ഹിറ്റ്ലർ മരിക്കുന്നത് 1945-ലാണ്, അദ്ദേഹത്തിന്റെ ബങ്കറിൽ വെച്ചിട്ടാണ്. യുദ്ധം തോൽക്കൊന്നാവുമ്പോൾ ആത്മഹത്യയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിലെന്ന് വെച്ചാല് ഹിറ്റ്ലറെ തല്ലിക്കൊല്ലുന്ന, വെടിവെച്ചും തല്ലിക്കൊല്ലുക, അങ്ങനെ ഒരു രീതിയിലാണ് ഇതിനെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതില് 1944 തന്നെ മരിക്കുക എന്ന് പറഞ്ഞാല് പിന്നെ ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ 2 വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. 1944 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് യൂറോപ്യൻ ശക്തികൾ അല്ലെങ്കിൽ ഒരു സഖ്യ കക്ഷികളായിട്ടുള്ള ബ്രിട്ടൻ, ഫ്രാൻസ്, ആ, പിന്നെ അവരുടെ കൂടെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളും എല്ലാവരും കൂടെയുള്ള ചെറിയ ചെറിയ സൈന്യങ്ങൾ, ഇന്ത്യയിൽ നിന്ന് വരുന്ന സൈന്യം, അവരെല്ലാവരും കൂടി ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു രണ്ടാം മുന്നണി തുറക്കുകയാണ് അവർ. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒന്ന് റഷ്യയായിട്ട് ഒരു കരാറുണ്ടാക്കുന്നു. ആ, ജർമ്മനിയുടെ രണ്ട് സൈഡിലായിട്ടാണ് ഫ്രാൻസും റഷ്യയും. അപ്പൊ ഒരു സൈഡിൽ നിന്ന് റഷ്യയോട് ആക്രമിക്കാൻ ആവശ്യപ്പെടും സ്റ്റാലിനുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ട്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്രാൻസിലെ നോർമണ്ടി എന്ന് പറയുന്ന തീരത്ത് അവര് ബ്രിട്ടന്റെ അമേരിക്കയുടെയും സൈനികര് മറ്റ് ചെറിയ ചെറിയ രാജ്യങ്ങളുടെ സൈനികരെയും എല്ലാം കൂട്ടി ഒരു വലിയ സൈന്യമായിട്ട് വന്ന് ആക്രമണം തുടങ്ങുന്നു. അതിനാണ് ഡി ഡേ ലാൻഡിംഗ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് 1944 ജൂൺ 8 മറ്റാണ് അത് നടക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു കൃത്യമായൊരു പ്രതിരോധം ഈ സഖ്യകക്ഷികളുടെ മുന്നിൽ നിന്നും ജർമ്മനിക്കെതിരെയുള്ള ഒരു പ്രതിരോധം തുടങ്ങുന്ന അവിടെയാണ്. അവിടെ നിന്ന് പിന്നെ ആക്രമിച്ച് റഷ്യ ഒരു ഭാഗത്തു നിന്നും അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന അവരൊരു മറ്റു ഭാഗത്തു നിന്ന് ആക്രമിച്ച് ജർമ്മനിയിലേക്ക് അവർ ഫോക്കസ് ചെയ്ത്
ബെർലിനിലേക്ക് കടന്നു കയറും. അങ്ങനെ ഹിറ്റ്ലർ ആത്മഹത്യയും ജയിക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ അത് 1945. അപ്പൊ ആ ഒരു വർഷത്തെ ഗ്യാപ്പിലാണ് ചരിത്രം മുഴുവൻ മാറുന്നത്. അപ്പൊ അതിനു മുമ്പേ ഹിറ്റ്ലർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാല് അത്രയും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു സഖ്യകക്ഷിക്ക്. അതുകൊണ്ട് തന്നെ റഷ്യക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കടന്നു കയറാൻ പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് രണ്ട് ഡയറക്ഷൻ ആക്രമിച്ചു വന്നിട്ടാണ് ജർമ്മനിയിൽ ഫോക്കസ് ചെയ്ത് അവർ അവിടെ എത്തുന്നത്. ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് അവർ യുദ്ധം അവസാനിക്കുന്നതുകൊണ്ടാണ് ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനി ആയിട്ട് രണ്ട് പോർഷൻസ് ആയിട്ട് ഓക്കെ. ജർമ്മനി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവരെത്രത്തോളം പിടിച്ചോ അത് നിങ്ങളെ സ്വന്തം എന്നുള്ളൊരു കരാറാണ്. അതായത് ഒരു ഭാഗത്ത് ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടൻ, മറുഭാഗത്ത് റഷ്യ. അപ്പൊ ഈ ഇവര് മൂന്നുപേരുള്ളതിനെ വെസ്റ്റ് ജർമ്മനി എന്നും റഷ്യ പിടിച്ചടക്കിയ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തിനെ ഈസ്റ്റ് ജർമ്മനി എന്ന് വിളിച്ച് രണ്ടായിട്ട് വിഭജിച്ച് 1989-90 കാലഘട്ടം വരെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു ഒരു പകുതി എന്ന് പറയുന്നത്. മറ്റേതൊരു ക്യാപിറ്റലിസ്റ്റ് സ്വഭാവമുള്ള വെസ്റ്റേൺ സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യം. അപ്പൊ ആ ഒരു 44 തന്നെ ചിലപ്പോൾ ഹിറ്റ്ലർ മരിച്ചിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ചിലപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. യുദ്ധം അവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കടന്നു കയറുകയോ അല്ല അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധം എവിടെ തുടങ്ങിയോ ഇപ്പൊ എവിടെയാണ് അവിടെ നിർത്തുക എന്നുള്ള ഒരു കരാറിലെത്തുമായിരിക്കും. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ കീഴടക്കുകയോ ജർമ്മനി വിഭജിക്കപ്പെടുകയോ ചെയ്യില്ലായിരുന്നു. ഇന്നുള്ള ചരിത്രം വരെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആ ഒരു വിഭജനത്തിന്റെ പേരിലാണ്. ഒരു കോൾഡ് വാർ കാലഘട്ടത്തിലൊക്കെ അവരെ പിടിച്ചു നിന്ന പ്രധാന ഏരിയകളിൽ ഒരെണ്ണം വെസ്റ്റ് ജർമ്മനിയാണ്. ബെർലിൻ വാൾ ഉണ്ടാക്കുന്നതും ഇവർ ഈസ്റ്റ് ജർമ്മനിയിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ ഒരു ഭരണരീതി സഹിക്കാൻ വയ്യാത്ത ആൾക്കാർ വെസ്റ്റ് ജർമ്മനിയുടെ സൈഡിലേക്ക് കുടിയേറാൻ തുടങ്ങുമ്പോൾ അത് തടയാൻ വേണ്ടി ബെർലിൻ മതിലുണ്ടാക്കുന്നു. അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം റദ്ദ് ചെയ്യപ്പെടുന്നു, ആൾക്കാര് കൊല ചെയ്യപ്പെടുന്നു, തടങ്കലിലേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും. അപ്പൊ ലോക ചരിത്രം തന്നെ മാറിപ്പോകും. അപ്പൊ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി കാണിക്കുമ്പോൾ ഈ സിനിമയിൽ പടം കഴിയണ അവിടെ ആണെങ്കിലും ചരിത്രം അറിയാവുന്നവർക്ക് മനസ്സിലാവും അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ ആ ഒരു സംഭവമാണ് അതിന്റെ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സിനിമയിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലൊരു ഉദാഹരണം. അത് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു ജോണറാണ് അത്. അല്ല, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം സിനിമ അവസാനിക്കുന്ന പോയിന്റിൽ നിന്ന് ആ ഹിസ്റ്ററി അറിയാവുന്ന ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിച്ച് വരുമ്പോൾ ആക്ച്വലി ഒരു എൻറ്റയർലി പാരലൽ എന്ന് പോലും പറയാൻ പറ്റില്ല, വേറൊരു ആംഗിളിലുള്ള ഹിസ്റ്ററി നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ 2025 പോലും അഫക്ട് ചെയ്യാവുന്ന, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാലത്തിനെ പോലും അഫക്ട് ചെയ്യാവുന്ന, ചിലപ്പോൾ പുതിയൊരു യുദ്ധം തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള തരത്തിൽ ഒരു വേരിയേഷൻ കഥയ്ക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സ് അവസാനിക്കുന്നത് ഹിറ്റ്ലറുടെ മരണത്തിലാണ് അല്ലെ? അതെ അതെ അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ടുള്ള അതെ ഹിസ്റ്ററിയുടെ ചേഞ്ച് കാണിക്കണം എന്ന് നിർബന്ധമില്ലേ ഈ ജോണറിൽ. പക്ഷെ അതിന് കാരണമാകാവുന്ന ഒരു ഇഷ്യൂ കാണിച്ചിട്ട് സിനിമ അവസാനിപ്പിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഹിസ്റ്ററി മാറുമെങ്കിൽ അത് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ്, ആ ജോണറാണ്. ഓക്കെ. സിനിമയില് അതെ അതെ അതെ. ആ ഒരു യൂണിവേഴ്സിൽ വേറൊരു ഹിസ്റ്ററി ആയിരിക്കും ഉണ്ടാവുക അതെ. അതിനൊരു രണ്ടാം ഭാഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ. ഓക്കെ, അതെ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നമ്മളിപ്പോ കഥ വെച്ച് പറഞ്ഞു, കഥ വെച്ച് പറയാതെ ജസ്റ്റ് നെയിം ചെയ്യുകയാണെങ്കിൽ വേറെ കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് സിനിമയിൽ? ഏത് ഇൻഡസ്ട്രിയിൽ നിന്ന്, ഇപ്പൊ ഇന്ത്യയിൽ നിന്നുണ്ടെങ്കിൽ അങ്ങനെ, വെസ്റ്റ് ഇംഗ്ലീഷ് സിനിമകളിൽ നിന്നുണ്ടെങ്കിൽ അങ്ങനെ, മറ്റേതെങ്കിലും ലാംഗ്വേജിൽ നിന്നുണ്ടെങ്കിൽ അങ്ങനെ, ഏതൊക്കെയായിരിക്കും ഒരു ശ്രദ്ധിക്കപ്പെട്ട എടുത്തു പറയാവുന്ന ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സിനിമകൾ ഏതൊക്കെയാണ്? ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പുസ്തകം ഉണ്ട്, മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് രസം. ഓക്കെ. എനിക്ക് തോന്നുന്നത് മറ്റു പലയിടത്തും അത് എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ മലയാളത്തിൽ ഈ അടുത്ത് എക്സ്പ്ലോർ ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് അത്. എസ് ഹരീഷിന്റെ മീശ എന്ന് പറഞ്ഞ നോവലൊക്കെ എഴുതിയ എസ് ഹരീഷിന്റെ അതിലൂടെ ഫേമസ് ആയ. ഓഗസ്റ്റ് 17 എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അതെ അതെ. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് മീശയെക്കാളും ഇയാള് ഹരീഷിന്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ഒരു വർക്ക്, ഭാവനാസമ്പന്നമായ ഒരു വർക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഓഗസ്റ്റ് 17 എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൽ വെച്ചാല് അതെന്ന് തിരുവിതാംകൂറിന്റെ ഇറങ്ങിയെന്ന് പറയോ? സ്വാതന്ത്ര്യത്തിന് ഏത് അതെനിക്ക് കാലത്ത് തോന്നുന്നത് ഇറങ്ങിയത്? 2023-24 കാലഘട്ടത്തിലാണ്. ആ ഒരു ഓക്കെ. 2022, 21, 24 ആ ഒരു കാലഘട്ടത്തിൽ എപ്പോഴാണ് ഇറങ്ങിയത്. വളരെ അടുത്തിറങ്ങിയതാണ്. എനിക്ക് തോന്നുന്നത് മറ്റ് ഇന്ത്യൻ ഭാഷകളിലോ ഇംഗ്ലീഷിൽ അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ അത്ര ഫേമസ് ആവാത്ത ഒരു ജോണറാണ് അത് മലയാളത്തിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്ന ആഗസ്റ്റ് 17. അപ്പൊ അതിൽ ഇതുമാതിരി ഇങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും ചരിത്രത്തിൽ എന്നുള്ളൊരു ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ആ കഥ പോകുന്നത്. അതായത് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് 1947 സമയത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളുണ്ട്, ബ്രിട്ടീഷുകാരെ നേരിട്ടുള്ള ഭരണത്തിലുള്ള സ്ഥലങ്ങളുണ്ട്.
പഞ്ചാബ്, ഡൽഹി അങ്ങനത്തെ ഒക്കെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നതാണെങ്കിൽ തിരുവിതാംകൂർ, കൊച്ചി അടക്കം പല നാട്ടുരാജ്യങ്ങൾ, ഏകദേശം എനിക്ക് തോന്നുന്നു 500ഓളം നാട്ടുരാജ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തുന്ന നാട്ടുരാജ്യങ്ങളാണ്, നേരിട്ട് ഭരണമില്ല. അതേസമയം മലബാറിൽ എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കായിരുന്നു. കൊച്ചി, തിരുവിതാംകൂർ അവരോട് കൂറുള്ള അല്ലെങ്കിൽ അവരോട് അലൈസ് എന്ന് വിളിക്കാവുന്ന ഒരു നാട്ടുരാജ്യങ്ങളാണ്. അപ്പോ ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവരെയൊക്കെ ഒരുമിച്ച് ഒരു രാജ്യമാക്കുന്നത് എങ്ങനെയാന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നെഹ്റുവും പട്ടേലും അടക്കമുള്ള കോൺഗ്രസ്സുകാരും അവരുടെ ബ്യൂറോക്രാറ്റ്സ് എല്ലാം കൂടി അതിനുവേണ്ടി പരിശ്രമിച്ചു. പ്രധാന നേതൃത്വം ഏറ്റെടുത്ത് വി മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു മലയാളി മലയാളി. IAS ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹമാണ് ഓരോരോ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് ചേർന്നുള്ള ഗുണങ്ങൾ എന്താണ്. അതായത് അവർക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്നേൽ ഇന്ത്യയിൽ ചേരുക, അല്ലെങ്കിൽ അതോടൊപ്പം വിഭജിക്കപ്പെട്ട പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കുക. പക്ഷെ അപ്പോ ഇന്ത്യയില് തിരുവിതാംകൂർ ശരിക്കും ജിയോഗ്രഫിക്കലി പറഞ്ഞ, അതെ, ജിയോഗ്രഫിക്കലി ഇന്ത്യയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് അവർ പാകിസ്ഥാനിൽ ചേരുക? അതിപ്പോ പാകിസ്ഥാൻ തന്നെ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും ഉണ്ടല്ലോ. അത് രണ്ടും, ഈ വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ ബംഗ്ലാദേശാണ്. അതിന്റെ ഇടയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം കിടക്കുന്നുണ്ട്. അപ്പൊ ആ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ട തന്നെ ആ ഒരു രീതിയിലാണ്, ജോഗ്രഫിക്കലി സെപ്പറേറ്റ് ആണ്, അവർ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. ആ ഈസ്റ്റ് പാകിസ്ഥാൻ ഇപ്പോ ബംഗ്ലാദേശായിട്ട് മാറിയിരിക്കുന്നു. ആ അപ്പൊ യുദ്ധം അതുപോലെ 71 എല്ലാവർക്കും ഒരു ഓപ്ഷൻ അല്ലെ? കൊടുക്കുകയാണ്. അതെ, 70 ആ 71 യുദ്ധം അതെ, വരെ ശരിക്കും പറഞ്ഞ 71 തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രണ്ട് ഈസ്റ്റ് ജിയോഗ്രഫിക്കൽ പാകിസ്ഥാൻ വെസ്റ്റ് റീജിയൻസ് ആണ്. പാകിസ്ഥാനും ആണത്. അതെ, അതെ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാൻ ഒരു ഓപ്ഷൻ കൊടുക്കും. അങ്ങനെയാണ് കാശ്മീർ കുറച്ചു കാലത്തേക്ക് സ്വതന്ത്രമായിട്ട് നിന്നതും. കാശ്മീരിലെ രാജാവായിട്ടുള്ള ഹരി സിംഗ് പറഞ്ഞു, എനിക്ക് ഇന്ത്യയിലും ചേരാൻ താല്പര്യമില്ല, പാകിസ്ഥാനിലും താല്പര്യമില്ല, കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കണം. ആ സമയത്താണ് ആ പാകിസ്ഥാന്റെ ട്രൈബൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കടന്നുകയറ്റം, ആക്രമണം ഉണ്ടായിട്ട് തന്റെ കയ്യിൽ നിന്ന് രാജ്യം നഷ്ടപ്പെടുമെന്നാകുമ്പോൾ ഇന്ത്യ സഹായത്തിന് വിളിക്കുന്നതും. ആ സമയത്ത് അതൊരു നല്ല അവസരമാണെന്ന് മനസ്സിലാക്കിയിട്ട് കാശ്മീരിന് ഇന്ത്യയോടൊപ്പം ചേരാനുള്ള ഒരു കരാറിൽ അക്സഷൻ നടത്തുകയും ഇന്ത്യ അങ്ങനെ കാശ്മീരിന്റെ ഭാഗവും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ട്രൈബൽസിനെ നേരിടാൻ വേണ്ടി ഇറങ്ങുകയും അങ്ങനെയാണ് ആ ഒരു കാശ്മീർ പ്രശ്നം പിന്നീട് UN-ലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ഒരു എങ്ങുമെത്താത്ത രീതിയിൽ അങ്ങനെ കുറെ നാൾ നിൽക്കുകയും ചെയ്തതിന്റെ ഒരു പശ്ചാത്തലം അതാണ്. അപ്പോൾ ഈ കഥയിൽ പറയാന്ന് വെച്ചാല് തിരുവിതാംകൂർ അങ്ങനെ സ്വതന്ത്രമായി നിന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാല്. ഇപ്പൊ നമുക്കറിയാം തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറിയിരുന്നു. അതാണ് യഥാർത്ഥ ഹിസ്റ്ററി. പക്ഷെ ഹരീഷ് ഇവിടെ ചിന്തിക്കുന്ന അല്ലെ ഭാവന ചെയ്യുന്ന വെച്ചാല് ഇതുപോലെ തിരുവിതാംകൂർ കുറെ നാളേക്ക് സ്വതന്ത്രമായി നിന്നിരുന്നെങ്കിൽ ചരിത്രത്തിൽ എന്ത് മാറ്റം ഉണ്ടായേനെ, കേരളത്തിന് എന്ത് മാറ്റം ഉണ്ടായേനെ. അപ്പോ കൊച്ചിയും കോഴിക്കോട്, മലബാർ ആ ഏരിയകളെല്ലാം ഇന്ത്യയുടെ ഭാഗമായി. പക്ഷെ തിരുവിതാംകൂർ മാത്രം സ്വതന്ത്ര ഹിന്ദു രാഷ്ട്രമായിട്ട് നിലനിൽക്കുകയാണ്. CP രാമസ്വാമിയർ എന്ന് പറഞ്ഞ ദിവാനാണ് അവിടുത്തെ പ്രധാനമന്ത്രിയായി മാറുക. ശരിക്കും അങ്ങനെ ഒരു രാജാവും മൂവ്മെന്റ് നടന്നിട്ടില്ലേ? എനിക്ക് അങ്ങനെ, ഞാൻ എവിടെ വായിച്ചത് ഒരു ആ ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് CP രാമസ്വാമിയർക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹം ആശുപത്രിയിൽ ആ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് അവര് ചേരണം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയോടൊപ്പം ചേരുക, അങ്ങനെയാണ് ഉണ്ടായതെന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു നിലപാടിന് പകരം സ്വതന്ത്രമായിട്ട് തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോ ഇതൊരു ഹിന്ദു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, തിരുവിതാംകൂർ ഉണ്ട്. അപ്പൊ 3 രാജ്യങ്ങൾ. തിരുവിതാംകൂറിന് കുറച്ചും കൂടി കൂറ് പുലർത്തുന്നത് പാകിസ്ഥാനുമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ജിയോ പൊളിറ്റിക്കൽ രീതിയിലാണ് ഈ കഥ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ രാജ്യത്തുള്ള CP രാമസ്വാമിയരുടെ ഒരു ചാരന്റെ കഥയാണ്. അയാളാണ് അതിൽ നായകൻ. ഭാസി എന്നൊക്കെ ഒരു വ്യാജ പേരിലുള്ള ആ ഒരു പേരിലാണ് അറിയപ്പെടുക. അത് യഥാർത്ഥ പേരൊന്നും റിവീൽ ചെയ്യുന്നില്ല. ഭാസി എന്നുള്ള പേരിലാണ് പലയിടത്തും അയാളെ സംബോധന ചെയ്യുന്നത്. അപ്പൊ ആ കഥാപാത്രത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ അയാൾ തിരുവിതാംകൂർ മുഴുവൻ സഞ്ചരിച്ചിട്ട് രാജാവിനെതിരെയും ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ അതൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നൊരു സീക്രട്ട് ഏജന്റ്, രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആ കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെയാണ് കഥ പോകുന്നത്. അതിന്റെ ഒരു പ്രത്യേക ഘട്ടം എത്തി കഴിയുമ്പോൾ ഈ ഒരു തിരുവിതാംകൂർ ഇപ്പോഴുള്ള ഹിന്ദു ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുവിതാംകൂറിന്റെ ഭരണം പിടിച്ചെടുക്കുകയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് തിരുവിതാംകൂർ എന്ന് പറഞ്ഞ പാർട്ടി ഭരണം ഏറ്റെടുക്കുകയും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായിട്ട് മാറുകയും ചെയ്യുന്ന അങ്ങനെ ഒരു ഭാഗം കൂടി അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയിലുള്ളൊരു കഥയാണ്.
നമുക്കറിയാം അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്, പക്ഷെ ഇങ്ങനെ സംഭവിച്ചിരുന്നില്ല എങ്ങനെ ആയതിന്. അങ്ങനെ ഒരു പുസ്തകം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും അത് ഭയങ്കര ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിനേക്കാളും നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കാവുന്ന ഒരു പുസ്തകമാണ് അത്. കാരണം ശരിക്കും നമ്മുടെ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ തന്നെ സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട്. ഒരു ഗെയിമിന്റെ കാര്യം പറഞ്ഞു, ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയിൽ അതെ പെടുന്ന. അതെ എനിക്ക് തോന്നുന്നത് മറ്റുള്ള എല്ലാ ഫോർമാറ്റുകളിനേക്കാളും ഗെയിമുകളിലാണ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി കൂടുതൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഓർമ്മ ഒരു എന്ന് പറയുന്നത് കോൾ ഓഫ് ആ, ഡ്യൂട്ടി ഒക്കെ കളിക്കുമ്പോൾ അത്തരത്തിലുള്ള ഉം, ഉം, ഉം. സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പറയാൻ പോണ ഗെയിം അതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതേതാണ് ഗെയിം അല്ല ഏതാണ്? അല്ല, ഇത് ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു PC ഗെയിം ഉണ്ട്, കമ്പ്യൂട്ടറിലൊക്കെ പണ്ട് കളിച്ചിരുന്ന. അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ World War II പശ്ചാത്തലത്തിൽ ഈ ഈ- ഇപ്പൊ നടന്ന വെച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഒരു ഭാഗത്ത്, അപ്പുറത്ത് റഷ്യ ആക്രമിച്ചു. അങ്ങനെ ആക്രമണത്തിലൂടെ ബെർലിൻ വരെ എത്തി. അങ്ങനെ ഹിറ്റ്ലർ കീഴടങ്ങി. ഇതിൽ വെച്ചാൽ നേരെ ബെർലിനിൽ ഒരു ആണവായുധം പ്രയോഗിച്ചിട്ട് ബെർലിൻ മുഴുവൻ കീഴടക്കുകയും അമേരിക്കയുടെ അധീനതയിലുള്ളതുമൊക്കെ പല പ്രധാന ചേരികളും റഷ്യ കീഴടക്കുകയും അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറ്റുകയും ആ രാജ്യത്തിനെ സ്വതന്ത്രമാക്കിയൊരു, എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് പോരാടുന്ന ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒരു പശ്ചാത്തലത്തിലുള്ളൊരു ഗെയിമാണത്. ഇപ്പൊ കഥ എന്ന് പറയുന്നത്, നമ്മൾ കഥ കളിക്കുന്ന ആളൊരു ഫ്രീഡം ഫൈറ്ററാണ്. അയാള് ഓക്കെ. ഇതുപോലുള്ള റബലുകളെ, കമ്മ്യൂണിസ്റ്റ് റജീമിനകത്ത് അതിനോട് പ്രതിരോധിക്കുന്ന റബലുകളെ കണ്ടെത്തി അവരെ കൂട്ടി ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പിടിച്ചടക്കി അങ്ങനെ അമേരിക്കൻ കൊടി ഉയർത്തി അത് അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കഥയാണ്. അതൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ഇതിലുള്ള ജോണറിലുള്ള ഒരു ഗെയിമാണ്. ഭയങ്കര രസമുള്ള സംഭവം. അതും ഈ പറഞ്ഞ മാതിരി, സിനിമ പറഞ്ഞ മാതിരി തന്നെ ഒരു പോയിന്റിൽ അവസാനിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് ചിന്തിക്കാം ഏത് രീതിയിൽ അതെ അത് ഹിസ്റ്ററിനെ അഫക്ട് ചെയ്യുന്നുള്ളത്. അതെ അതെ. ഇപ്പോ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് ഒക്കെ ഈ ജോണറിൽ പെടുന്നതാണോ? ഞാൻ അങ്ങനെ അത് പറഞ്ഞ ഹിസ്റ്റോറിക് ഫിക്ഷൻ ആണ്. ചെറിയ ആ, ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഓൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ ആ റിയാലിറ്റി തന്നെ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി വലിയ വലിയ സംഭവങ്ങൾ, ഇപ്പൊ ഹിറ്റ്ലർ നേരത്തെ മരിച്ചിരുന്നെങ്കിൽ, അല്ലെ അതെ. വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, ഗാന്ധിജി ജീവനോട് ഇരുന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, അല്ലെ അംബേദ്കർ വേറെ സ്ഥലത്താണ് ഇപ്പൊ ഈ ഭരണഘടനാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടായിരുന്നേനെ. അപ്പൊ അതിങ്ങനെ ഒരു സ്നോ ബോളിംഗ് എഫക്റ്റുമാതിരി ചരിത്രത്തെ എങ്ങനെ ബാധിച്ചേനെ. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളാണ്. ഇപ്പൊ ഗാന്ധിജിയുടെ കാര്യം അതിനാണ് പറഞ്ഞതുകൊണ്ട് പൊതുവെ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹേ റാം, ഹേ റാമില് ഒരു ഗാന്ധിജിയെ കൊല്ലാൻ വരുന്ന മറ്റൊരാളായിട്ടാണ് റാം കമൽഹാസൻ അഭിനയിക്കുന്ന കഥാപാത്രം സാകേത്, അതെ അതെ. എന്താണ് സാക്കേത് റാം. സാകേത് റാം. ഇപ്പോ അയാൾ വരുന്നു, പക്ഷെ അതിനു മുമ്പ് തന്നെ ഗോഡ്സെ ഗാന്ധിയെ കൊല്ലുന്നു എന്നാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഹേ റാമിന്റെ ആ ജോണർ, അത് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആണോ ഹിസ്റ്റോറിക് ഫിക്ഷൻ ആണോ? അതും ഹിസ്റ്റോറിക് ഫിക്ഷൻ ആണ്. കാരണം അതില് പുതിയൊരു ഫിക്റ്റീഷ്യസ് കഥാപാത്രത്തിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു വീക്ഷണത്തിലാണ് കഥ പറയുന്നതെങ്കിലും ചരിത്രത്തിലെ ആകമാനമുള്ള സംഭവങ്ങൾക്കൊന്നും മാറ്റം വരുന്നില്ല. അതിൽ ഉം. പ്രധാനമായിട്ട് കാണിക്കുന്നത് 1946 ഡയറക്റ്റ് ആക്ഷൻ ഡേ. അതിന്നാണ് എനിക്ക് തോന്നുന്നത് കഥ തുടങ്ങുന്നത്. അതെ. അതായത് ജിന്നയുടെ ആവശ്യങ്ങൾക്ക് നെഹ്റുവും മറ്റ് കോൺഗ്രസ്സുകാരും വഴങ്ങാത്തതുകൊണ്ട്, പാകിസ്ഥാൻ എന്ന ആശയം വഴങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് 1946 ആഗസ്റ്റ് മാസത്തിലാന്ന് തോന്നുന്നു ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രഖ്യാപനം നടത്തും. ഇനി നമുക്ക് സമാധാന പാതയിലൂടെ രക്ഷയില്ല, അതുകൊണ്ട് അതെ. കലാപം ആഹ്വാനം ചെയ്യും. ഇപ്പൊ കൽക്കത്തയിലാണ് ആദ്യമായിട്ട് കലാപം തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ആ കഥ തുടങ്ങുന്നത്. അപ്പൊ അതില് സാകേത് റാമിന്റെ കാമുകിയും ബംഗാളിയായിട്ടാണ് കാണിക്കുന്നത്. റാണി അതെ. മുഖർജി ചെയ്ത കഥാപാത്രം, അപർണ എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പൊ ആ ഒരു കൊല ചെയ്യപ്പെടുന്നതും ആ ഒരു മോട്ടിവേഷൻ, അതാണ് അയാളുടെ ഉള്ളിൽ ആ പ്രതികാരം ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം. അങ്ങനെ അയാൾ നാട്ടിലേക്ക് വരുന്നതും, പിന്നെ ഇടയ്ക്ക് വെച്ച് പല RSSന്റെയും ഹിന്ദു മഹാസഭയുടെയും പോലുള്ള ആൾക്കാരെ, എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുമുട്ടുന്നതും അവരുടെ സാഹിത്യങ്ങൾ വായിക്കുന്നു.
അങ്ങനെ ഒരു എക്സ്ട്രീം ചിന്തയിലേക്ക് മാറുന്നു. അവസാനം അവര് ഗാന്ധിജിയെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അവസാനം ക്ലൈമാക്സ് എത്തുമ്പോൾ അയാൾ മനസ്സ് മാറുന്നു. ഷാറുഖ് ഖാന്റെ കഥാപാത്രം അയാളുടെ അവസ്ഥയും അയാൾ പറയുന്ന ചില കാര്യങ്ങളും ഗാന്ധിജിയെ പറ്റി അയാൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഹിന്ദു മുസ്ലിം വിരോധം എന്നുള്ളതിന് പകരം എല്ലാവരും അങ്ങനത്തെ ആൾക്കാരല്ല, ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെ, ഭൂരിഭാഗവും സമാധാനം ആഗ്രഹിക്കുന്നവരാണെന്ന് മനസ്സിലായിട്ട് മാപ്പ് പറയാൻ വേണ്ടി ഗാന്ധിജിയെ കാണാൻ ചെല്ലുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്ന ആ ദിവസം അതെ 1948 ജനുവരി 30 ആ ഒരു അന്നത്തെ സായാഹ്ന യോഗത്തിന് ഗാന്ധിജി പോകുമ്പോഴാണ് അദ്ദേഹം ഗാന്ധിയുടെ മുമ്പിൽ വന്നിട്ട് കൺഫസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തെ പറ്റി വേറൊരു പിക്ചറാണ് അവിടെ കിട്ടുക. ആ ഒരു ഷാറുഖ് ഖാന്റെ കഥാപാത്രം അടങ്ങുന്ന മുസ്ലിങ്ങളെ രക്ഷിച്ച ഒരു ആളെന്ന രീതിയിലാണ് അയാൾ അവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇയാൾക്ക് ഇത് സമ്മതിക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പേ ഗാന്ധിജി വൈകി എന്ന് പറഞ്ഞിട്ട്, യോഗത്തിന് സമയം വൈകി എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്നതും കൊല്ലപ്പെടുന്നതും അങ്ങനെയാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതിലും ഇങ്ങനെ ഭാവനാത്മകമായ സംഭവങ്ങളും കഥാപാത്രങ്ങളും ഉണ്ടെങ്കിലും ചരിത്രത്തിലെ ആകമൊത്തം കാര്യങ്ങളൊന്നും മാറുന്നില്ല. അപ്പൊ ആ ഒരു ഇത് പരിഗണിക്കുകയാണെങ്കിൽ അത് ഹിസ്റ്റോറിക് ഫിക്ഷൻ ആണ്. ഇപ്പൊ ഈ സിനിമയെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ആ സിനിമയുടെ പ്ലോട്ട് ലൈനിൽ ഞാൻ ഒന്ന് രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഒന്ന്, ശരിക്കും സാകേത് റാം മഹാത്മാഗാന്ധിയെ കൊല്ലുന്നു എന്ന് വിചാരിക്കും അതിനകത്ത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആയിട്ട് വിചാരിക്കാൻ പറ്റും. ഇല്ല, അപ്പോഴും ഗാന്ധിജി കൊല്ലപ്പെടുക എന്നുള്ളതാണല്ലോ ഹിസ്റ്ററി നടന്നത്. അപ്പോൾ ആള് മാറിയെന്നുള്ളൂ, കാര്യമായി മാറ്റം വരുന്നൊന്നുമില്ല. പക്ഷെ അതേസമയം വെടിവെക്കുന്നതിന് മുമ്പ് സാക്കേതറാം നാഥുറാമിനെ കൊന്നിരുന്നെങ്കിൽ ചിലപ്പോ കഥ മാറുമായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതൊരു അതായത് രസകരമായ ചേഞ്ച് ആയിരിക്കും. വെടിവെക്കുന്നതിന് മുമ്പ് സാകേത് റാം മഹാത്മാഗാന്ധി രക്ഷിച്ചിരുന്നെങ്കിൽ ആ സിനിമ ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആയിട്ട് അതെ മാറും. പക്ഷെ അതെ അപ്പോഴും അതെ സാകേത് റാം ഫിക്ടീഷ്യസ് ക്യാരക്ടർ അല്ലേ, അപ്പൊ അതൊരു മിക്സ് ഓഫ് അതെ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആവില്ലേ? അതെ അതെ. അപ്പോൾ ഹിസ്റ്റോറിക് ഫിക്ഷൻ ആണ് ഓൾറെഡി. അതിൻ്റെ ആ, ഒപ്പം കഥ മാറുമ്പോൾ ഒരു ഓൾട്ടർനേറ്റ് ഫിക്ഷൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഒരു ഹിസ്റ്ററി ജോണർ എന്നുള്ള ഷിഫ്റ്റ് വരും. രീതിയിലേക്ക്. ജോണർ ഷിഫ്റ്റ് വരും അതെ അതിനകത്ത്. ഓക്കെ, അതെ അതെ വേറൊരു പോസിബിലിറ്റി. ആ സിനിമയ്ക്കകത്ത് നാഥുറാം ഗോഡ്സെ കൊല്ലാനായിട്ട് വരുന്നു. സാകേത് റാമിന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മളത് കാണുന്നത്. നാഥുറാം ഗോഡ്സെ കൊല്ലുന്നതിന് മുമ്പ് നാഥുറാം ഗോഡ്സെയെ പിടിച്ചോണ്ട് പോകുന്നു. ഗാന്ധിജി മരിക്കുന്നില്ല. അപ്പോഴും അത് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണോ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആണോ? ഇല്ല, അപ്പോൾ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആയല്ലോ. ഓൾറെഡി ആ 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടില്ല എന്ന് പറഞ്ഞ ചരിത്രം മാറി. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ഒരാള് ചിലപ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും ചരിത്രത്തിൽ പിന്നെ മാറ്റമാവും. ചിലപ്പോൾ ആ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ നടന്ന എന്തെങ്കിലും സംഭവം അതിങ്ങനെ ഭാവി കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും മാറുകയും ചെയ്യുന്ന ഒരു സംഭവം. ഇപ്പൊ ഗാന്ധിജി ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പാകിസ്ഥാനിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു സമയത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതെ അതെ അതെ. ഉം. അതായത് വിഭജനത്തിന് ശേഷം ഇന്ത്യയിലും പ്രത്യേകിച്ച് ഈസ്റ്റ് ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന അവിടെ പഞ്ചാബ് ഏരിയയിലും ബംഗാൾ ഏരിയയിലൊക്കെ കൂട്ടക്കൊലകൾ നടക്കുന്നു. അപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിലൊന്നും കാര്യമായി പങ്കെടുക്കാതെ ഒരു സമാധാന യാത്ര അതെ, നയിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും അതിനുവേണ്ടി ഡൽഹിയിലാന്ന് തോന്നുന്നു അദ്ദേഹം താമസിച്ച ആ സമയത്ത്. അപ്പൊ ആ കാലഘട്ടത്തിലെ കഥയാണ് ഈ സിനിമയിലും പറയുന്നത്. അപ്പൊ അവിടെ അതിനിടയ്ക്കാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അപ്പൊ അത് കൊല്ലപ്പെട്ടില്ലായിരുന്നു ചിലപ്പോ അദ്ദേഹം പാകിസ്ഥാനിൽ പോയിട്ട് അവിടെയുള്ള ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് ഉള്ള എന്തെങ്കിലും ഒരു സംഭവം പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ ബാധിക്കുന്നതോ അങ്ങനെയൊക്കെ സംഭവിക്കാം. അത് കാണിക്കണം എന്നില്ല. അതെ ഇപ്പോ നമ്മൾ രേഖാചിത്രത്തിൽ നിന്നാണ് തുടങ്ങിയത്. രേഖാചിത്രം ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് തുടങ്ങി നമ്മൾ. ഇപ്പോ മലയാളത്തിൽ ശരിക്ക് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയിൽ വരുന്ന ഒരു സിനിമ ഉണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യ, ഓക്കെ, മലയാളം, ഇന്ത്യൻ ലാംഗ്വേജ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരെണ്ണം. ഞാനായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ചിലതൊക്കെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സാങ്കല്പിക കഥാപാത്രങ്ങളുടെ കഥ പറയുന്ന ഒരുപാട്. ഇപ്പോ കാലാപ്പാനി എനിക്ക് തോന്നുന്നൊരു അത് ഹിസ്റ്റോറിക് ഫിക്ഷൻ ആണ്. യഥാർത്ഥ കഥയൊന്നും മാറ്റിമറിക്കുന്നില്ല അതിൽ. ഗോവർദ്ധൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ കഥ പറഞ്ഞു പോകുന്നു. പക്ഷെ അതേസമയം പശ്ചാത്തലത്തിൽ ഒരുപാട് ഇപ്പൊ സവർക്കറെ പോലുള്ള ഒരു കഥാപാത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ. കാലാപ്പാനി ജയിലിൽ കിടന്ന അതൊക്കെ ചരിത്ര കഥാപാത്രങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അതിനെയും
ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉം. ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആണെന്ന് വേണമെങ്കിൽ രേഖാചിത്രം അങ്ങനെ ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ക്ലെയിം ചെയ്യാവുന്ന ഒരു സിനിമയാണ് ഇന്ത്യൻ. ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ സേനാപതി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഫ്ലാഷ് ബാക്ക് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ INA ചേരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോ വേണമെങ്കിൽ പറയാം, അതായത് ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നില്ല ചരിത്രത്തിൽ, അങ്ങനെയല്ല. അപ്പൊ ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം വരുന്നു, അയാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്ന് അഴിമതിക്കാരെ കൊല്ലുന്നു. അതൊക്കെ ഒരു വേണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ആണോ എന്ന് ചോദിക്കാം. പക്ഷെ അല്ല, അത് ആ കഥാപാത്രം ഉണ്ടായില്ലെങ്കിലും ചരിത്രത്തിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതായത് അതുകൊണ്ട് അതും ആഹ്, ഹിസ്റ്റോറിക് ഫിക്ഷൻ ആണ്. രേഖാചിത്രം ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആണെന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഇന്ത്യനും ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയാം. അങ്ങനെ. അതെ അതെ. ഈവൻ കാലാപാനി നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആണെന്ന് പറയാം. കാരണം അതും ഇതുമായി യഥാർത്ഥ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സാങ്കല്പിക കഥാപാത്രങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടൊരു കഥയാണല്ലോ. അപ്പൊ നമ്മള് അത് പറഞ്ഞു. അപ്പോ പഴശ്ശിരാജ പഴശ്ശിരാജ ഇത് രണ്ടിലും പെടുന്നതല്ലല്ലോ. അപ്പൊ അതെ, പഴശ്ശിരാജനെ നമ്മൾ ഏത് ജോണറിൽ പെടും? ഒരു ഹിസ്റ്ററി ബയോപിക് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ഇത് അതിൽ ബയോഗ്രഫിയാണ്, യഥാർത്ഥ ജീവിച്ചിരുന്ന ഒരാളുടെ കഥ അതുപോലെ തന്നെ പറയാൻ ശ്രമിക്കുക. ഓഫ് കോഴ്സ് അതിലിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സങ്കല്പിച്ചിട്ടുണ്ടാവും. 100% കാര്യങ്ങൾ നമുക്കറിയില്ല. പിന്നെ ചില കാര്യങ്ങൾ വളരെ, എന്താ പറയുക, അവ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത് ആ രീതിയിൽ കൊണ്ടുവരാനായിട്ട് എഴുത്തുകാരൻ അയാളുടെ ഭാവന ഉപയോഗിച്ചായിരിക്കും അത് ചിത്രീകരിച്ചിട്ടുണ്ടാവുക, എഴുതി വെച്ചിട്ടുണ്ടാവുക. ഇപ്പൊ ചിലപ്പോ പഴശ്ശിരാജ് ഇന്നയാളെ കണ്ടു എന്ന് മാത്രമേ ചിലപ്പോ, അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ച വിഷയം ഇതായിരുന്നു എന്ന് മാത്രമായിരിക്കും ചിലപ്പോ ചരിത്രപരമായ തെളിവുള്ളത്. എക്സാക്ട്ലി എന്ത് വാക്കുകളാണ് ഉപയോഗിച്ചത്, ഏത് ടോണിലാണ് സംസാരിച്ചത്, അത് ദേഷ്യപ്പെട്ടിരുന്നോ സന്തോഷത്തോടെയാണോ സംസാരിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോ ആ ഒരു പശ്ചാത്തലത്തില് നിന്നുകൊണ്ട് ചിലപ്പോ ഒരു സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് എഴുത്തുകാരൻ ഊഹിച്ചെഴുതുന്നതായിരിക്കാം. ചിലപ്പോ അയാൾ ഉപയോഗിച്ച വാക്കുകളൊക്കെ ചിലപ്പോ എഴുത്തുകാരന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, അതൊന്നും ആ, യഥാർത്ഥത്തിലാവണമെന്നില്ല. പക്ഷെ അതും ആണ്. ഹിസ്റ്റോറിക് പക്ഷേ ഫിക്ഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററി ആഹ്, ബയോപിക് എന്ന് പറയാവുന്നതാണ്. ഉം. പക്ഷേ പഴശ്ശിരാജയില് ശരിക്കുള്ള ഹിസ്റ്ററിയിൽ പഴശ്ശിരാജ മോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇല്ല, മറ്റേ അതിൽ ക്ലൈമാക്സിൽ കാണിക്കുന്ന സംഭവം, ഈ ബാബർ എന്ന് പറയുന്ന കളക്ടർ ആ കത്ത് വായിക്കുന്നത്, അതൊക്കെ യഥാർത്ഥത്തിൽ ആർക്കൈവ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ശരിക്ക് മോതിരം വീഴ്ത്തി എന്നുള്ള എനിക്ക് തോന്നുന്നില്ല അതൊരു ഓക്കെ, അതില്ല. യഥാർത്ഥ ഹിസ്റ്ററി ഓക്കെ. ആണെന്നുള്ളത്. ഓക്കെ. അപ്പൊ ശരിക്കുള്ള ഹിസ്റ്ററിയിലും പഴശ്ശിരാജ, പക്ഷെ MT എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പഴശ്ശിരാജ ഒരിക്കലും പഴശ്ശിരാജ ഇങ്ങനെയാണല്ലോ മോതിരം വിഴുങ്ങി ആത്മഹത്യ എന്നുള്ള കഥ പറയുന്നതെന്ന് MTയോട് ഒരു ഇന്റർവ്യൂവർ ചോദിച്ചപ്പോ MT പറഞ്ഞ ഉത്തരം അങ്ങനെ ഒരു യോദ്ധാവ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ചോദിക്കാൻ കാരണം. സപ്പോസ് ഉം. ഹിസ്റ്ററിയിൽ ശരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തു, MT എഴുതിയപ്പോ ഉം. പഴശ്ശിരാജ യുദ്ധത്തിൽ മരിച്ചു എന്നായി, അങ്ങനെയാണെങ്കിൽ അത് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി. തീർച്ചയായിട്ടും പക്ഷെ അപ്പൊ എന്റെ അത് ചോദ്യം, ചരിത്ര വസ്തുതായിട്ട്. ഉം. ഇൻസിഡന്റ് ആ. മാറുന്നില്ലല്ലോ, പഴശ്ശിരാജ മരിച്ചു എന്നുള്ളൊരു ഇൻസിഡന്റോടെ മാറുന്നില്ലല്ലോ. പക്ഷെ അതിന്റെ കോൺസിക്വൻസുകൾ ചിലപ്പോൾ വേറെ ആയിരിക്കാം. ഇപ്പൊ ഇയാൾ ആത്മഹത്യ ചെയ്യുമ്പോഴും ഇയാൾ പട നയിച്ച് കൊല്ലുമ്പോഴും ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം, അല്ലെങ്കിൽ അതിന് ഉൾക്കൊണ്ടുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ ഒരു വിപ്ലവം നയിക്കുന്നതോ, അതായത് രക്തസാക്ഷിയായി മരിക്കുന്ന ആത്മഹത്യയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇത് ഉം. ചരിത്രം, ഇതെന്ന് വെച്ചൊരു ചരിത്ര പുരുഷനാണല്ലോ. അയാളുടെ ഉം. മരണത്തെ തന്നെ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്ത ഹിസ്റ്ററി മാറ്റുകയാണ്. അതായത് യഥാർത്ഥ ചരിത്രത്തെ മാറ്റുന്നു. അപ്പോ ഉം. അതിന് തുടർന്നുണ്ടാവുന്ന ചില സംഭവങ്ങളിൽ മാറ്റം ഉണ്ടാവായിരിക്കാം. അപ്പൊ അതാണ്, ഓക്കെ. അതായത് നേരത്തെ പറഞ്ഞ രേഖാചിത്രം എന്ന് പറഞ്ഞ കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ രേഖ എന്ന കഥാപാത്രം ഉണ്ടായാലും ഇല്ലെങ്കിലും മുഖ്യ കഥാപാത്രങ്ങളുടെ ഒരു കാര്യവും മാറുന്നില്ല. ആ ഉം. സിനിമ തുടങ്ങുന്നതോ അതിൽ സിനിമയുടെ റിലീസ്, കഥ, ആ കഥ അതിൽ അഭിനയിച്ച ആൾക്കാർ, ഇപ്പോഴത്തെ അവസ്ഥ, ഇതൊന്നും മാറി മറിയുന്നില്ല. ഈ മുഖ്യ കഥാപാത്രം എന്ന് ഫിക്റ്റീഷ്യസ് പറയുമ്പോ ആയിട്ടുള്ള ആ കഥാപാത്രം വരുന്നു സിനിമയുടെ പോകുന്നു. മുഖ്യ, ആ സിനിമയുടെ കാര്യത്തിന് ആ അതെ അതെ നമ്മളിതിനകത്ത് അതെ അതെ ഹിസ്റ്റോറിക്കൽ ഇവന്റ് എന്ന് പറയുന്നത് രേഖാചിത്രത്തിലെ ആ മേർഡർ അല്ല. ഹിസ്റ്റോറിക്കൽ ഇവന്റ് എന്ന് പറയുന്നത് കാതോട് അതെ കാതോരത്തിന്റെ ഷൂട്ടിംഗ്. അതിനൊരു മാറ്റം അതെ അതെ വന്നിട്ടില്ല. അതെ അതെ ആ സിനിമ റിലീസ് ആയില്ല എന്നോ അങ്ങനെ ഒന്നും അതെ. പറയുന്നില്ല. അതാ സ്വാഭാവികമായിട്ട് റിലീസായി. അത് ഇന്ന് എങ്ങനെയാണോ നമ്മൾ അറിയുന്നത് അത് തന്നെയാണ് ആ കഥയിലും. കഥയിൽ മാറ്റം വന്നിരിക്കുന്നത് രേഖ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ലൈഫിൽ മാത്രമാണ്. അത് യഥാർത്ഥ സംഭവം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അതേസമയം
പഴശ്ശിരാജ എന്ന് പറയുന്നത് യഥാർത്ഥ വ്യക്തിയാണ്. അപ്പൊ ആ ചരിത്രം ഉം. മാറ്റുക എന്ന് പറഞ്ഞത് ആൾട്ടർനേറ്റ് ആണ്. ഓ, അത് ഇതെന്ന് വെച്ചാൽ ഭയങ്കര. ചരിത്രം മാറുന്നില്ല. ഈ കഥാപാത്രം അവിടെ വന്നു പോകുന്നു എന്നല്ലാതെ, അതായത് രണ്ടായിട്ട് കാണണം. ഒരു കഥാപാത്രമുണ്ട്, ഒരു ചരിത്ര സംഭവമുണ്ട്. ചരിത്ര സംഭവം അതിന്റെ ഒഴുക്കിൽ തന്നെ അങ്ങ് പോകുന്നു. ആ കഥാപാത്രം അതിൽ വരുന്നു, അത് പശ്ചാത്തലത്തിൽ നിൽക്കുന്നു, അവിടുന്ന് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി പറഞ്ഞ എല്ലാത്തിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അത് മാറുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ആഗസ്റ്റ് 17 എന്ന് പറയുന്ന പുസ്തകത്തിലായാലും ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിലായാലും എല്ലാം, അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഹിറ്റ്ലർ മരിക്കുകയാണല്ലോ രണ്ടിതിലും. അപ്പോ കഥയിൽ മാറ്റം വരുന്നില്ലോ എന്ന് പറഞ്ഞാൽ ആ മരിക്കുന്ന സമയം, മരിക്കുന്ന രീതി, ഇതൊക്കെ ചരിത്രത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അതുപോലെ അതെ. ഇതിന്റെ ക്ലൈമാക്സ് മാറ്റിയാലും അങ്ങനെ വരാൻ ഇപ്പൊ സാധ്യതയുണ്ട്. പഴശ്ശിരാജ നമുക്ക് ഒരു ബയോപിക് ആയിട്ടൊക്കെ കാണാം. പക്ഷെ എപ്പോഴും ആൾക്കാർ പഴശ്ശിരാജയുടെ അതേ ജോണറാണെന്ന് പറയുന്ന ഒരു സിനിമയാണ് ഉറുമി. ഉറുമി ശരിക്ക് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ അല്ലേ? ഹിസ്റ്റോറിക് ഫിക്ഷൻ ആണ്. അതെ, അതെ. അപ്പൊ അതില് എങ്ങനെയാ? ആ ഉം, ഉം. അല്ല, അതായത് ആ ഉറുമിയുടെ കാര്യത്തില്. കേളു എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് തോന്നുന്നു ഒരു ഭാവന ഭാവന തന്നെ ആയിരിക്കണം. അതായത് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചരിത്രകാരന്മാരൊന്നും ഈ വാസ്കോഡഗാമ കൊല്ലപ്പെട്ടാന്നിരുന്നില്ല. അദ്ദേഹം രോഗം വന്ന് മരിച്ചു അവസാന കാലഘട്ടത്തിൽ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വരവിൽ അദ്ദേഹം പട നയിക്കുന്നു, പക്ഷെ അതിന്റെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് അസുഖം വന്ന് മരിക്കുന്നു. അതൊരു ഗ്രേ ഏരിയ ആണ്. അവിടെ എന്ത് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാവുന്ന ഒരു ഏരിയ ആണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനം. ഒരു ഓപ്പൺ ഏരിയ ആണ്, വെൽ അതെ. ഡോക്യുമെന്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പൊ അവിടെ ഈ പറഞ്ഞ മാതിരി എന്താണെന്ന് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഈ കൊല്ലപ്പെട്ടാണെന്നുള്ളതിന് പകരം മരിച്ചു എന്ന് പറഞ്ഞാലും, മരിച്ചു എന്നുള്ളതിന് പകരം കൊല്ലപ്പെട്ടാണെന്ന് പറഞ്ഞാലും അത് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ചരിത്രത്തിൽ തന്നെ ഒരു വ്യക്തത കുറവുണ്ട് അവിടെ. അതാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഉം, ഉം. ഇപ്പോ ആഹ്, ഈ പറഞ്ഞ എല്ലാ പടങ്ങളിലും ഭൂരിഭാഗം പടങ്ങളിലും മമ്മൂട്ടിയുടെ ഒരു പ്രസൻസ് ഉണ്ട്. ഇപ്പോ രേഖാചിത്രത്തിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ ആസിഫ് അലി പറഞ്ഞൊരു വാചകം, വിദൂരമായിട്ട് ആസിഫ് അലി ക്ലെയിം ചെയ്തിരുന്നത് ഇത് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആണെന്നാണ്. അപ്പൊ വിദൂരമായി ഒരു ഓൾട്ടർനേറ്റ് ഇതുപോലെ ഒരു ജോണറിൽ മലയാളത്തിൽ വന്നൊരു സിനിമ എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലി പറഞ്ഞത് വടക്കൻ വീരഗാഥയാണ്. അപ്പോ അതിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും ഇപ്പൊ ഈ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ? അത് ഒരു ഹിസ്റ്ററി എന്നതിലപ്പം ഒരു വായ്ത്താരിയിലൂടെ കൈമാറിയ ഒന്നൊരു ചരിത്രം. അതായത് അതും ഈ പറഞ്ഞ ഈ ഡോക്യുമെന്റ്സിനേക്കാൾ കൂടുതലും ഉം. പറഞ്ഞു പറഞ്ഞ് ബിൽഡ് ചെയ്തെടുത്തൊരു കഥയാണത്. കൂടുതലും വടക്കൻ പാട്ടിലെ പല ഇത് മറ്റേ പാണന്മാർ പാടി അങ്ങനത്തെ പാട്ടുകളിലൂടെ ഒക്കെ വന്നതാണ്. അപ്പൊ അതിലുള്ളൊരു സംഭവത്തിനെ കുറിച്ച് വേറൊരു പെർസ്പെക്റ്റീവിൽ പറയുന്നു. കാരണം അതിലും ആ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ആ കഥാപാത്രത്തിന്റെ സ്വഭാവം, അല്ലെ വീക്ഷണം, അതായത് പ്രേക്ഷകർ അതിനെ കാണുന്ന രീതി മാറ്റുകയാണ്. അങ്ങനെ എല്ലാ ആളെ നോക്കി കാണേണ്ടത്. സംഭവിച്ചതൊക്കെ ഇങ്ങനെയാണ്, പക്ഷെ ചെറിയ ചില മാറ്റങ്ങളുണ്ട്. ചതിച്ചു വന്നല്ല, അബദ്ധം പറ്റിയതാണ്. അത് ചെറിയ മാറ്റങ്ങളാണ്. ആ ഔട്ട്കമ്മിന് മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് വരുന്നില്ല. അപ്പൊ അതുപോലെ പറയുന്നത് MT യുടെ തന്നെ രണ്ടാമൂഴം. അത് പക്ഷെ ഓക്കെ. ചരിത്രം അല്ലാത്തതുകൊണ്ട് പിന്നെ മഹാഭാരതത്തിലെ കഥാപാത്രത്തെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ അവതരിപ്പിക്കുന്നു. അപ്പൊ അതിൽ ഈ പറഞ്ഞ ഈ ചരിത്രം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊരു മിത്തോളജിയും പാർഷ്യൽ ഹിസ്റ്ററി, അതായത് അന്നേ കാലത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ അന്നേ കാലത്ത് എഴുതിയപ്പെട്ടൊരു കവിത അത് പിന്നീട് ആൾക്കാർ വിപുലീകരിച്ച് വിപുലീകരിച്ച് വലിയൊരു മഹാകാവ്യമായി. അപ്പൊ അതില് പല ആളുകളുടെ തലച്ചോറ് പ്രവർത്തിച്ചിട്ടുണ്ട്. പരസ്പര വിരുദ്ധമായിട്ടുള്ള പലതും കടന്നുണ്ടാവാം. അതെ. അതുവരെ തുടക്കത്തിൽ ഇല്ലാതിരുന്ന പല ഉപകഥകളും ആഡ് ചെയ്ത് കൂടുതൽ പലരുടെയും ഭാവനകൾ വരുമ്പോൾ വളരെ എക്സാജറേഷൻ ഉണ്ടാവും. ചില ഭാഗത്ത് ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും, ചില ഭാഗത്ത് ഭയങ്കര അവിശ്വസനീയമായ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ അങ്ങനെ കൂടിക്കിടന്ന സംഭവത്തിൽ MT വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ കാണാൻ നോക്കിയപ്പോൾ രണ്ടാമൂഴം ആയി. അതിൽ ഈ പറഞ്ഞ മാതിരി അതിനെ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. കാരണം അത് ഹിസ്റ്ററി പോലും അല്ല എന്നുള്ളതുകൊണ്ട്. അത് ഈ പറഞ്ഞ ഈ പടക്കം വീരാതയുടെ കാര്യത്തിൽ ഹിസ്റ്ററി എന്ന് എത്രത്തോളം വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് പറ്റില്ല. ഈവൻ കായംകുളം കൊച്ചിനുടെ കാര്യത്തിൽ നമുക്കത് പറയേണ്ടി വരും. അതായത് ഫോക്ക് തന്നെയാണ് അതിനകത്ത്. ഇപ്പോ ആ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന മലയാള സിനിമ, പുതുതായി ഇറങ്ങിയ മലയാള സിനിമയിൽ അവസാനം കൊച്ചുണ്ണി രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നത്, പക്ഷെ അതൊരു ഹിസ്റ്ററി അല്ല, അതൊരു ഫോക്ക് തന്നെയാണ്.
ഫോക്കിനകത്ത് മാറ്റം വരുത്തുന്നതിന് നമുക്ക് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ഫോക്ക് എന്ന് പറയാം. അങ്ങനെ ഒരു ജോണറിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഫിലിം സ്കൂളിലൊക്കെ ആൾക്കാർക്ക് ശരിക്കും ഒരാഴ്ച ഒക്കെ ശരിക്കും ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് തമ്മിലുള്ള അതായത് ആളുകൾ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഈ ഒരു ആളുകൾ അതിനെ കാരണം അവർ ഭയങ്കര ഈസി ആയിട്ടാണ് അതിനെ ക്ലെയിം ചെയ്തത്. ആൾക്കാർ ഇപ്പോൾ അത് വിശ്വസിക്കുന്നത് ഇതൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ജോണർ ആണ്. നമ്മളിതൊക്കെ പറഞ്ഞെങ്കിലും രേഖാചിത്രത്തിന്റെ ജോണർ അവർ പറഞ്ഞ ജോണർ അല്ലാന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. രേഖാചിത്രം നല്ല രസമുള്ള സിനിമയാണ്. അപ്പൊ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞ വലിയൊരു ഓളം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് രേഖാചിത്രം. അപ്പോ അതെന്തൊക്കെയാണ് അതെ. രേഖാചിത്രത്തിന്റെ പോസിറ്റീവ്സ്? ആദ്യത്തെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ടാഗ് ലൈൻ തന്നെയാണ് ഒരു എങ്ങനെയാ കണ്ടത് കൗതുകം അത്? ഉണ്ടാക്കുന്ന കാര്യം. എങ്ങനെയാ കണ്ടത്? ഒ ടി ഞാനത് ടിയിലാണോ തിയേറ്ററിലാണോ? OTT-ലാണ് കണ്ടത്. അപ്പോ എനിക്ക് തോന്നുന്ന ആൾക്കാർക്കിടയിൽ ഒരു കൗതുകം ഉണ്ടാക്കിയതിന്റെ ഒരു ടാഗ് ലൈൻ തന്നെയായിരിക്കും ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട്. അതെന്തായിരിക്കും ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി? അതെന്ത് ജോൺറയാണ്? ഹിസ്റ്ററി മാറ്റാൻ മമ്മൂട്ടി ഉണ്ടാവുന്ന ഒരു സൂചന ഉണ്ടായിരുന്നു, AI ഉണ്ടാവുന്ന ഒരു സൂചന ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഫസ്റ്റ് ടൈം ഇൻ മലയാള സിനിമ എന്നുള്ളൊരു സംഭവമാണ്. AI ഉപയോഗിച്ച് ഡി ഏജിങ് ചെയ്യുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതേസമയം ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയാം. അപ്പൊ അതെന്തായിരിക്കും ആ മാറ്റം? അതൊക്കെ ആയിരിക്കും ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണർ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു രസം ഉണ്ടാവും കാണാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു പശ്ചാത്തലം. അതായത് ഇങ്ങനൊരു പശ്ചാത്തലം ആകുമ്പോൾ അതിലത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സിനിമ ഷൂട്ടിങ്, അതായത് അന്ന് നടന്ന സിനിമ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ പശ്ചാത്തലമായിക്കൊണ്ട് കഥ പറയുമ്പോൾ അന്നുണ്ടായിരുന്ന പ്രശസ്ത സംവിധായകരാണ്. ഇപ്പൊ ഭരതനായാലും ജോൺ പോൾ ആയാലും കമൽ, അങ്ങനത്തെ ആൾക്കാരൊക്കെ അതിൽ കാണിച്ചുകൊണ്ട് ഓഫ് കോഴ്സ് മമ്മൂട്ടി ഉണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയിൽ അതും കൂടി കണ്ടുപോകാനുള്ള ഒരു കൗതുകം. പീരിയഡ് ഡ്രാമയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു രസം, അന്നത്തെ സംഭവങ്ങൾ എന്തായിരുന്നു എന്ന് അറിയാനുള്ള ഒരു. പിന്നെ ഇതുമാതിരി സഫാരി ചാനലിലെ ഇന്റർവ്യൂ കാണിക്കുന്നതും ഇതിലുള്ള അന്നത്തെ കഥാപാത്രങ്ങളെ ഇന്ന് പോയി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് കണ്ടുകൂട്ടുന്ന കമലിനെ പോലുള്ള ഡയറക്ടർമാരെയും ജഗദീഷിനെയും ഒക്കെ അതിൽ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ അന്ന് സംഭവിച്ചതിന്റെ പിന്നാമ്പുറ കഥകൾ കാണിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി, അതൊക്കെ അതിന്റെ ഒരു സക്സസ് ഫാക്ടർ ആയിരിക്കാം. ഇതിൽ ഭയങ്കര രസം തോന്നിയ ഒരു കാര്യം ആരൊക്കെ പറഞ്ഞ കമലിനെ ഡി എ ചെയ്തിട്ടുണ്ട്. അത് കമലിനെ ഡി എ ചെയ്തതല്ല, കമലിന്റെ മോഹൻലാൽ അഭിനയിച്ചതാണ്. ജനുസ് അതെ. നയൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ജനൂസ് അഭിനയിച്ചിട്ടുണ്ട് കമലിന്റെ കുട്ടിക്കാലായിട്ട്. അപ്പൊ രേഖാചിത്രം ഞാൻ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ കണ്ട ഒരു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ആദ്യം ഉം. അതിന്റെ ജോണർ വന്നപ്പോ ആദ്യം അതിന്റെ പോസ്റ്ററും കാര്യങ്ങളും അതിന്റെ പ്രൊമോ മെറ്റീരിയൽസ് ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള പ്രൊമോ മെറ്റീരിയൽസ് ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് അഭയ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അതിനെ അവര് ഭയങ്കര നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് ശരിക്കും നമുക്ക് കാണണം, ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണം എന്ന് തോന്നിച്ചു. ഈവൻ ഇൻ കേസ് ഓഫ് നമുക്ക് മമ്മൂട്ടി ഉണ്ടെന്ന് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ആ സിനിമ ഫസ്റ്റ് ഡേ കാണാൻ ഒരു ത്വര ഉണ്ടായിരുന്നു. ഇഫ് പോസിബിൾ അവൈലബിൾ, എനിക്ക് ആ സമയത്ത് ഇങ്ങനെ ഫസ്റ്റ് ഡേ കാണാൻ വർക്കിംഗ് ഡേ ആണെങ്കിൽ പോകാൻ പറ്റിയത് കൊണ്ട് ഞാൻ പോയി. അപ്പോ ഇതിനകത്തുള്ള ഈ കഥ ഒരു ത്രില്ലറിനേക്കാളും ക്രൈം ഡ്രാമയാണ്. ഈ ക്യാരക്ടറിനെ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് അയാളുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ച് മെയിൻ അത് ആഹ് അത് അന്വേഷണം നടത്തുന്ന ആള്. അപ്പോ പലപ്പോഴും ഈ പറഞ്ഞ മാതിരി അയാളെ ലക്ക് അയാൾക്ക് ഫാക്ടർ ആവുന്നുണ്ട്. അയാൾക്ക് അയാൾ നിസ്സഹായനാവുന്ന അവസരങ്ങളുണ്ട്. അപ്പൊ അയാളൊരു മാധ്യമം മാത്രമാക്കിയിട്ട് ഒരു പ്രോട്ടഗോണിസ്റ്റ് പോലും അല്ല. ശരിക്കും പറഞ്ഞാൽ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞ രേഖ എന്ന് പറഞ്ഞ കഥാപാത്രം എന്ന് പറയേണ്ടി വരും. കഥ പറയാൻ ഒരു മാധ്യമം മാത്രമാക്കിയിട്ട് വിക്രമില് കമലഹാസനെ ഫഹദ് ഫാസിലിനെ വെച്ച പോലെ നമുക്ക് രേഖയെ പറ്റി പറയാനായിട്ട് കഥ അൺവീൽ ചെയ്യാനായിട്ട് ഒരു കഥാപാത്രം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ആസിഫ് അലി അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ആഹ് തുടങ്ങുന്നതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഒരാളിങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ശരിക്കും ആലോചിക്കുമ്പോൾ ആ കഥാപാത്രം അയാൾ അനുഭവിക്കുന്ന ട്രോമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്. പിന്നെ നമ്മള് പറഞ്ഞു പരിചയിച്ചിട്ടുള്ള നമ്മൾ ജീവിക്കുന്ന ഒരു നാടിൽ നാടിനെ പറ്റി ഭയങ്കരമായിട്ട് റെഫർ ചെയ്യുന്നുണ്ട് ആ സിനിമയിലൂടെ. കോട്ടയായാലും നമ്മളെപ്പോഴും പോകുന്ന സ്ഥലമാണ് ഈ വാഴച്ചാലും വാൽപ്പാറയും മലക്കപ്പാറയൊക്കെ. അപ്പം ഇതിനകത്തുള്ള ഡി ഏജിങ്ങിന്റെ കാര്യത്തിൽ ഡി ഏജിങ്ങിന്റെ പെർഫെക്ഷനേക്കാളും എനിക്ക് തോന്നിയത് ആ ഡി ഏജിങ് ഫാക്ടർ അവർ എവിടെ പ്ലേസ് ചെയ്തു, അതിന് എന്ത് ബിൽഡപ്പ് കൊടുത്തു, ആ കാറിന്റെ നമ്പർ, പിന്നെ ആ ബോഡി ലാംഗ്വേജ്, അതാണ്
ഡി ഏജിങ് AI റിലേറ്റഡ് ആയിട്ടൊക്കെ. പിന്നെ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പരിമിതികൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുത്തില്ല എന്നുള്ളതാണ്. അത്രയും എക്സാക്ട്ലി ഒരു പറഞ്ഞ മാജിക് ട്രിക്കിനെ പറ്റി പറയുന്ന മാതിരി കഥ അതെ നടക്കുന്നത് ഇവിടെ ആണെങ്കിൽ ട്രിക്ക് നടക്കുന്ന അപ്പുറത്തായിരിക്കും എന്ന് പറയുന്ന മാതിരി അവരാ ഡി ഏജിങ് അല്ലെങ്കിൽ AI ടെക്നോളജി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ അതിലേക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാകുമ്പോൾ വേറൊരെണ്ണത്തിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സംഭവം വളരെ കുറച്ച് സീനുകളിൽ മാത്രം എനിക്ക് തോന്നുന്നത് അതെ മമ്മൂട്ടിയുടെ സീൻ മുഖം അതിൽ കാണിക്കുന്നുള്ളൂ. സെക്കൻഡുകളേ ഉള്ളൂ. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഷോട്ടുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ അവിടെ എല്ലാം മമ്മൂട്ടി ഉണ്ടെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ അതിന്റെ പരിമിതി മനസ്സിലാക്കാത്ത രീതിയിൽ വളരെ കുറച്ച് കുറച്ച് വിഷ്വൽസും കൂടുതൽ പ്രസൻസും ആയിട്ടുള്ള രീതിയിലാണ് അവരത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നിയത് മമ്മൂട്ടി ആയിട്ട് അവര് അവതരിപ്പിച്ച ആ മുഖത്തിനേക്കാളും ഓഡിയൻസ് കണ്ടത് അവരുടെ മനസ്സിലുള്ള പഴയ മമ്മൂട്ടിനെയാണ്. അങ്ങനെ കാണിക്കാൻ ഒരു ട്രാൻസിൽ അവർ എത്തിക്കാനായിട്ട് മേക്കേഴ്സിന് സാധിച്ചു. പിന്നെ ഈ സിനിമയുടെ പിന്നിൽ നടന്നിട്ടുള്ള ഡോക്യുമെന്റേഷൻ 2 വർഷമൊക്കെയാണ് ഇവർക്ക് അതിന്റെ ഡോക്യുമെന്റേഷന് വേണ്ടി വന്നത്. എനിക്ക് തോന്നുന്നത് അതുകൂടി ആയിരിക്കും ഈ ജോണറിലുള്ള സിനിമകൾ ലോകത്ത് ഇതിനെ കുറവാനുള്ള കാരണം. അങ്ങനെ എത്രയോ പേരുടെ കൺസെന്റ് എടുക്കണം, എത്രയോ കോടതി കേസുകൾ വരാൻ സാധ്യതയുണ്ട്, എത്രയോ പിടിപാടുള്ള ആൾക്കാർ വിചാരിച്ചാൽ മാത്രമേ ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ജോണറിൽ ഒരു പടം പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. ഇത് അവർ ആ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത് അത്രയും അധികം ആളുകളെ കൺസെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു കാര്യം റീക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ അതിനകത്ത് തന്നെ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇപ്പൊ ആൾക്കാർ അതിന് OTT വന്നതിന് ശേഷം നോട്ട് ചെയ്യുന്നുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ കാര്യം, അത് പിന്നിൽ ഒരാൾ കൊണ്ടുപോകുന്നതും ആ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്തതും ഒക്കെ. അപ്പൊ ഇതുവരെയുള്ള നമ്മുടെ ഓഡിയൻസ് റൗണ്ട് ടേബിൾ പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡുകളിൽ ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള ഒരു എപ്പിസോഡും ഏറ്റവും എഡിറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു എപ്പിസോഡും പ്രോബബ്ലി നാളെ തന്നെ പുറത്തിറങ്ങാൻ പോകുന്ന എപ്പിസോഡ് തന്നെയായിരിക്കും. അപ്പോൾ